ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു അടിപൊളി ബൗൾ ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ഈ ബൗൾ ചോക്ലേറ്റ് കേക്ക് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. മൈദ ഒരു 1.5 കപ്പ്, മൈദ അല്ലെങ്കിൽ ആട്ട ആയാലും മതി. അടുത്തതായിട്ട് കോക്കോ പൗഡർ ഒരു 1/4 കപ്പ്, പിന്നെ കസ്റ്റാർഡ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉപ്പും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും വരില്ല, അപ്പോൾ കേക്ക് നല്ല സ്മൂത്തായി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അരിച്ചെടുക്കാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് 1 കപ്പ് ജാഗരി പൗഡർ അല്ലെങ്കിൽ ശർക്കരപ്പൊടി ആഡ് ചെയ്യാം. ജാഗരി പൗഡർ ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്താലും മതിയാവും. ഞാനിവിടെ ശർക്കരപ്പൊടി ആഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പഞ്ചസാരയെക്കാളിലും ഹെൽത്തി ആയിരിക്കും, പിന്നെ കേക്കിന് ഒരു നല്ല നാച്ചുറൽ ബ്രൗൺ കളറും കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1.5 കപ്പ് ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനേഗർ ചേർക്കാം. വിനേഗർ അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും മതിയാകും. പിന്നെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ മിക്സ് ചെയ്തെടുത്ത പൗഡറിനെ ഒന്ന് ബാറ്റർ ആക്കാനാണ് ഇത് റെഡിയാക്കിയത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, ബേക്കിംഗ് പൗഡർ ചേർക്കുന്നേ ഇല്ല. പിന്നെ ഇവിടെ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഓയിൽ തടവിയ ഒരു ഗ്ലാസ് ട്രേയിലേക്ക് ബാറ്റർ മാറ്റാം. ഗ്ലാസ് ട്രേ ഇല്ലെങ്കിൽ സാധാരണ ഒരു മൗൾഡ് ആയാലും മതി. ഇനി ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി പ്രീഹീറ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഇറക്കി വയ്ക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 50 to 60 മിനിറ്റ്സോളം ഇത് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റോളം ബേക്ക് ചെയ്താൽ മതിയാകും. പിന്നെ പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബൗൾ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 1 മണിക്കൂറോളം എടുത്തു ഇത് ബേക്ക് ആകാൻ വേണ്ടി. അടുത്തതായി നമുക്ക് ഇതിന് വേണ്ടിയുള്ള 2 മിനിറ്റ് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് നോക്കാം. ഇനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു 6 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത്, ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്താലും മതി, 3 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് ഉപ്പ്, 1/2 കപ്പ് പാല് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായി 2 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. നമ്മുടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കേക്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടൊക്കെ കൊടുക്കണം. അപ്പോൾ ഫ്രോസ്റ്റിംഗ് നന്നായിട്ട് കേക്കിനുള്ളിലൊക്കെ ഫില്ലായിട്ട് വരും. അപ്പോൾ നമ്മുടെ കേക്ക് വളരെ സ്മൂത്തായിട്ടും മോയിസ്റ്റായിട്ടും കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നിങ്ങൾ കേക്ക് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ കേക്കിനെ കൂടുതൽ ചോക്ലേറ്റി ആക്കുന്നത് 2 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഫ്രോസ്റ്റിംഗ് തന്നെയാണ്. ഏത് കേക്കിൻ്റെ കൂടെ ഈ ഫ്രോസ്റ്റിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്മൂത്തി മോയിസ്റ്റി കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.